ഈ വർഷം ബോളിവുഡിൽ നിന്ന് വന്ന ഒരു മികച്ച സിനിമയാണ് ടെഹറാൻ. ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് അരുൺ ഗോപാലനാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ്. സോ ഒരു മൂവി കൂടുതലും വർക്കൗട്ട് ആവുന്നത് ഇതിന്റെ സ്റ്റോറിയിൽ തന്നെയാണ്. ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് 2012 അതിന്റെ ഭാഗമായി നടക്കുന്ന ഇന്ത്യയിൽ നടക്കുന്ന ആ ഒരു ബ്ലാസ്റ്റിൽ ഒരു പെൺകുട്ടി മരിക്കുന്നു. അതിനെ ബേസ് ചെയ്ത് ആ ഒരു ഓഫീസർ അതിൽ ഇൻവോൾവ് ആയിട്ട് ആ ഒരു ഓഫീസർ പിന്നെ എങ്ങനെയാണ് ഈ ഒരു ഓപ്പറേഷൻ തെളിയിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ കോർ സ്റ്റോറി എന്ന് പറയുന്നത്. ഈ സ്റ്റോറിയുടെ റെലവൻസ് തന്നെയാണ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ മേജറായിട്ട് കുറെ ഹൈലൈറ്റ്സ് ഉള്ള ഒരു മൂവിയാണ്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചിൽ കൂടിയാണ് മൂവി സഞ്ചരിക്കുന്നത്. അത് തന്നെയാണ് ഈ ഒരു മൂവിക്ക് വേണ്ട മേക്കിങ്ങും. അത് അരുൺ ഗോപാൽ എന്ന് പറയുന്ന ആ ഒരു സംവിധായകൻ തരുമ്പോഴാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നത്. ബോളിവുഡ് സിനിമ നമ്മൾ കാണുന്നുണ്ടായിരിക്കും. ഈ ഒരു ജോൺ അബ്രഹാം ഭാഗമായ തന്നെ കുറെ ലോജിക്കില്ലാത്ത അങ്ങനെ കുറെ സംഭവങ്ങളുള്ള സിനിമകളുണ്ട്. പക്ഷെ അതിൽ നിന്ന് സ്പെഷ്യൽ ആകുന്നത് ജോൺ അബ്രഹാം ചെയ്ത ബട്ട്ല ഹൗസ്, അങ്ങനെ അദ്ദേഹം ചെയ്ത കുറെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്, അതിന്റെ കൂടെ തന്നെ ഈ മദ്രാസ് കഫേ, അങ്ങനെ പല മൂവീസ് ഉണ്ട്. സോ അതിന്റെ കൂടെ തന്നെ ആ ഒരു കരിയറിൽ എപ്പോഴും ജോൺ അബ്രഹാമിനെ ഓർത്തിരിക്കാൻ പറ്റിയ ഒരു മൂവിയാണ് ടെഹറാൻ. കാരണം വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് ഈ ഒരു സിനിമ ഫോളോ ചെയ്തിരിക്കുന്നത്. വളരെയധികം ഹൈ മൂമെന്റ്സ് ഒക്കെ തരാൻ പറ്റുന്ന സീക്വൻസസ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും കുറച്ചും കൂടി ആ ഒരു അപ്രോച്ച് അവർ ഫോളോ ചെയ്തിരിക്കുന്നത് കുറച്ചും കൂടെ റിയലിസ്റ്റിക് അപ്രോച്ചാണ്. സോ അതാണ് ഈ ഒരു മൂവിയുടെ പ്രധാന ഹൈലൈറ്റ്. ഒരു ഡയറക്റ്റ് OTT റിലീസ് ആയിരുന്ന ഒരു മൂവി. മാരോക് ഫിലിംസ് ദിനേശ് വിജയനാണ് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ C5 ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഒരു ജോൺ അബ്രഹാമിന്റെ ക്യാരക്ടർ, കഥാപാത്രം, പോകുന്ന സാഹചര്യങ്ങൾ, ഒരു അൺസങ് ഹീറോ എന്നൊക്കെ തന്നെ വിളിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ്. സോ നമുക്കറിയാം ഇങ്ങനെയുള്ള ഓപ്പറേഷൻസിൽ പോകുന്ന ആളുകൾക്ക്, ആ ഒരു ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഈ ഇന്ത്യൻ ഗവൺമെന്റ് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. സോ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് ജോൺ അബ്രഹാമിന്റെ. ആ ഒരു ഇന്നർ സ്ട്രഗിൾസും ആ ഒരു ഇമോഷൻസ് ഇമോട്ട് ചെയ്യുന്ന രീതിയും ആ ഒരു ക്യാരക്ടർ തന്നെ വളരെ ഗംഭീരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. സോ അത് ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ് ജോൺ അബ്രഹാമിന്റെ കരിയറിൽ. പിന്നെ പറയുകയാണെങ്കിൽ മാനുഷിച്ചില്ലാതാണെങ്കിലും ബാക്കിയുള്ള ആക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് വൈസ് വളരെ സ്ട്രോങ് ആണ് മൂവി. നമ്മളതെല്ലാം നോക്കുകയാണെങ്കിൽ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും എല്ലാം കൊണ്ടും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നൽകിയ ഒരു ബോളിവുഡ് സിനിമയാണ് ടെഹറാൻ. സോ ഇങ്ങനെ സംസാരിക്കുന്ന വിഷയം വളരെ പൊളിറ്റിക്കൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള ഒരു റിയലിസ്റ്റിക് അപ്രോച്ച് കൈൻഡ് ഓഫ് മേക്കിംഗ് ആണ് ഈ ഒരു മൂവി ഫോളോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ബോളിവുഡിൽ പറയുന്ന സിനിമകൾ കാണാറുണ്ട്. രാജസേനം വന്നിട്ടുള്ള ഒരു ഫൈറ്റർ പോലത്തെ മൂവീസ്, അതല്ലാതെ തന്നെ കുറേ ജിങ്കോയിസം ഒക്കെ ഉള്ള കൈൻഡ് ഓഫ് മൂവീസ് ഒക്കെ അവർ ചെയ്യാറുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇതുപോലത്തെ മൂവീസ് കണ്ടു കഴിയുമ്പോഴാണ്, സിനിമ കണ്ടു കഴിയുമ്പോഴും നമ്മളുടെ ഉള്ളിൽ ആ ഒരു സിനിമ പിന്നെയും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അതാണ് ആ ഒരു സിനിമയുടെ യഥാർത്ഥ വിജയം. ആണ് ഈ ഒരു ടെഹറാൻ വിജയിക്കുന്നത്. കാരണം അങ്ങനെയുള്ള അൺസങ് ഹീറോസ്, അല്ലെങ്കിൽ ഇതുപോലെ ഓപ്പറേഷൻസിന് ഇറങ്ങിത്തിരിക്കുന്ന ആ ഒരു ഫാമിലി പോലും വേണ്ടെന്ന് വെച്ച് ഇറങ്ങിത്തിരിക്കുന്ന ഇതുപോലത്തെ ആളുകളുണ്ട്. ആ ഒരു ഇമോഷണൽ കോഷ്യന്റ് വളരെ വലുതായിരിക്കും. സിനിമ പറയുന്ന കഥയും ഇത് ശരിക്കും സംഭവിച്ച സംഭവങ്ങളെ ബേസ് ചെയ്തുള്ള ആ ഒരു റിയലിസ്റ്റിക് അപ്രോച്ചിൽ കൂടി വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആ ഒരു സിനിമയോട് ഒരു അടുപ്പം തോന്നുന്നത്. ആ ഒരു കാര്യത്തിലാണ് ഈ ഒരു സിനിമ വിജയിക്കുന്നത്. ജോൺ അബ്രഹാം ആണെങ്കിലും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളാണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും വളരെ കിഡിലനായിട്ട് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. സോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. പിന്നെ ഒരു പേസിലാണ് സിനിമ പോകുന്നത്. കാരണം സിനിമ ഒരു റിയലിസ്റ്റിക് അപ്രോച്ചിൽ കൂടിയാണ് പോകുന്നത്. കാരണം അങ്ങനെ പറയേണ്ട ഒരു കഥയാണ്. അങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടമില്ലാത്തവർക്ക് മേ ബി സിനിമ ബോറിംഗ് ആയി തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അല്ലാതെ ഇതുപോലത്തെ സിനിമകൾ ഒത്തിരി താല്പര്യമുള്ള ആളുകൾക്ക് വളരെ ഗംഭീരമായിട്ട് വർക്കാവുന്ന ഒരു മൂവിയാണ് ടെഹറാൻ. സോ താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. ഇതിപ്പോൾ C5 അവൈലബിൾ ആണ്.